2 മാസമായി ബിജി ചിറ്റാർ തെരുവിലാണ് കഴിയുന്നത്. കടത്തിണ്ണയിൽ അന്തിയുറക്കം. നാട്ടുകാരുടെ കാരുണ്യത്തിലാണ് ഭക്ഷണം. ചിറ്റാർ സ്വദേശിനിയുടെ കുടുംബത്തിനൊപ്പം 3 വർഷമായി അവരുടെ വീട്ടിൽ താമസിച്ചു വന്ന തന്നെ ഇറക്കിവിട്ടെന്ന പരാതിയാണ് ബിജിക്കുള്ളത്. വീട്ടമ്മയുടെ മകളുടെ വിവാഹത്തിന് വലിയ മുതൽ മുടക്കിയത് താനാണ്. സ്വർണമാല അപഹരിച്ചെടുത്തു. സ്വന്തം പേരിലുള്ള കാറ് ഇപ്പോൾ കാണാനില്ലെന്നും പരാതിയുണ്ട്. ഒപ്പം കഴിഞ്ഞുവന്ന സ്ത്രീയുടെ മകൻ കാറ് തട്ടിയെടുത്തു വിറ്റുവെന്നും ഉടമ എന്ന നിലയിൽ തന്റെ അറിവില്ലാതെയുള്ള നീക്കമായിരുന്നുവെന്നും ബിജി പറയുന്നു. ബിജിയും ഒപ്പം കഴിഞ്ഞുവന്ന സ്ത്രീയും വിവാഹിതരും മക്കളുള്ളവരുമാണ്. മുൻപ് വിദേശത്തായിരുന്ന ബിജി നാട്ടിലെത്തിയ ശേഷം ഭാര്യയുമായി അകന്നു കഴിയുകയായിരുന്നു. 2021 പാരിപ്പള്ളിയിൽ വെച്ച് വാഹനാപകടത്തിൽ പരിക്കേറ്റു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയവെയാണ് ചിറ്റാർ സ്വദേശിനിയെ പരിചയപ്പെടുന്നത്. അച്ഛന്റെ ചികിത്സയ്ക്കായി അവർ ആശുപത്രിയിലെത്തിയപ്പോഴായിരുന്നു ഇത്. കൂട്ടിരിക്കാൻ പോലും ആരുമില്ലാതിരുന്ന ബിജിക്ക് അവർ വേണ്ട സഹായങ്ങൾ ചെയ്തു. മാസങ്ങൾക്ക് ശേഷം ബിജിയെ അവർ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. തുടർന്നുള്ള ചികിത്സകൾക്ക് കോട്ടയത്ത് കൊണ്ടുപോയതടക്കം സഹായങ്ങളും ഇവരുടെ ഭാഗത്തു നിന്നുമുണ്ടായി. എന്നാൽ കാഴ്ച പ്രശ്നങ്ങളുണ്ടായതോടെ ഒഴിവാക്കാനായി ശ്രമമത്രേ. തുടർ ചികിത്സയും ലഭ്യമാക്കിയില്ലെന്നാണ് പരാതി. ഒടുവിൽ മർദ്ദിച്ചതായി പോലീസിൽ പരാതി നൽകിയ ശേഷം വീട്ടിൽ നിന്നും ഇറക്കിവിട്ടു. എനിക്ക് കണ്ണിന് കാഴ്ച പോയതിനു ശേഷം ഞാൻ അങ്ങനെ പുറത്തോട്ടൊന്നും പോകാറില്ലായിരുന്നു. അപ്പോൾ ചേട്ടന് വീടിൻ്റെ അകത്തിരിക്കുമ്പോൾ മാല വേണ്ടല്ലോ, അത് ഞാൻ ഇങ്ങോട്ട് തായോ എന്ന് പറഞ്ഞിട്ട് മേടിച്ചതാണ്. അത് പിന്നെ തിരിച്ചു തന്നിട്ടില്ല. അപ്പോൾ ഇതെല്ലാം അവർ കണ്ടിട്ട് ബോധപൂർവം തന്നെയാണെന്നാണ് എൻ്റെ ധാരണ. ഇപ്പോഴത്തെ അവരുടെ ആ എന്നോട് കാണിച്ച പ്രവൃത്തി വെച്ചിട്ട് അത് ബോധപൂർവം ഇത് കൈക്കലാക്കണമെന്നുള്ള ആ ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് എന്നെ കൊണ്ടുവന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്നാൽ കേസിൽ അന്വേഷണത്തിന്റെ 1ാം ഘട്ടം പൂർത്തിയാക്കിയ പോലീസ് പറയുന്നത് മറ്റൊന്നാണ്. 3 വർഷമായി വീട്ടമ്മയ്ക്കൊപ്പം കഴിയുന്ന ബിജിയുടെ ചികിത്സയ്ക്കായി വലിയ തുക ചെലവായി. 7 തവണ കൈമാറ്റം ചെയ്യപ്പെട്ട വാഹനമാണ് ബിജിയുടെ പക്കലുണ്ടായിരുന്നത്. ചികിത്സാ ആവശ്യത്തിനായി 21,000 രൂപയ്ക്ക് ഇത് വിറ്റു. ഉടമ എന്ന നിലയിൽ ബിജിയുടെ അറിവോടെയായിരുന്നു വിൽപ്പനയെന്നും പോലീസ് വിശദീകരിക്കുന്നു. ഗാർഹിക പീഡനമെന്നാരോപിച്ച് ബിജിക്കെതിരെ വീട്ടമ്മ പരാതി നൽകിയിരുന്നു. വർക്കലയിലെ ഇയാളുടെ കുടുംബാംഗങ്ങളെ ബന്ധപ്പെട്ട് ഏറ്റെടുക്കണമെന്ന് അറിയിച്ചെങ്കിലും താൽപര്യപ്പെട്ടില്ലെന്നും അന്വേഷണ സംഘം വിശദീകരിക്കുന്നു. അതേസമയം പണവും വാഹനവും തട്ടിയെടുത്തുവെന്ന ആരോപണം പച്ചക്കള്ളമാണെന്ന് വീട്ടമ്മ പറഞ്ഞു. അക്രമം നേരിട്ടതോടെ ബിജിയെ അഭയകേന്ദ്രത്തിലാക്കാൻ ശ്രമിച്ചെന്നും അതിനയാൾ തയ്യാറാകാതെ വരികയായിരുന്നുവെന്നുമാണ് വീട്ടമ്മയുടെ പ്രതികരണം. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.